ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു വിഭവമാണ് മണ്ടപ്പുറ്റ്. ശിരോരോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാടായിട്ടാണ് ഇത് നൽകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ചെറുപയർ ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുപയർ ഡ്രൈ ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ആ പച്ച കളർ മാറുന്നിടം വരെ, ഒരു ബ്രൗണിഷ് കളർ ആവുന്നിട്ട് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കളറൊന്ന് മാറി വരണം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി പൊടിയാക്കി എടുക്കണ്ട, ഇച്ചിരി തരിതരിയായിട്ട് കിടക്കണം. ഇതേമാതിരി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ശർക്കരയും അതുപോലെ തന്നെ എടുത്തിട്ട് മധുരത്തിനായിട്ട് അതും ചേർത്തിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുക്ക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, ആ തേങ്ങയുടെ നീര് വെച്ചിട്ടാണ് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതിനുശേഷം ഇതിലേക്ക് ആ വറുത്ത് വെച്ച പയറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഉരുളയാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇതുപോലെ ഉരുളയാവുന്നിടം വരെ കുഴയ്ക്കുക. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. ഇതിൽ ചിലർ കണ്ണും മൂക്കിൻ്റെയൊക്കെ ആകൃതിയിൽ ഷേപ്പിലുണ്ടാക്കാറുണ്ട്. ഞാനിങ്ങനെ ഉരുളയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ആ പയറൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ മണ്ടപ്പുറ്റ് റെഡി ആയിട്ടുണ്ട്.